ഹലോ മച്ചന്മാരെ, ഇന്ന് നമ്മൾ പിന്നെ ഓഫീസിലോട്ട് സ്കൂട്ടറിലാണ് പോണത്. അപ്പോൾ ഞാനതൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് കരുതി. സോ മൈക്കെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. സോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അമൽസ് ഫുട് പ്രിൻറ്റ്സ്. ആൻഡ് അപ്പോൾ ഓക്കെ, വഴിയെ ഞാൻ കഥകളൊക്കെ പറഞ്ഞങ്ങനെ പോകാം. എനിക്കധികം സമയമില്ല, ഓൾറെഡി എത്ര 8:27 9:50 എത്തണം. ഗൈസ് ഓൾ സെറ്റാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ സ്കൂട്ടർ. ഇപ്പോൾ ലെറ്റ്സ് ഗോ. അയ്യോ, വാതിലടഞ്ഞ് തുറക്കൂ. നമ്മളങ്ങനെ ഓഫീസിലോട്ട് പോവാണ്. 3 ഗിയർ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് 3 ഗിയറിലിടുന്നു, വണ്ടിയിൽ കയറുന്നു, പോകുന്നു. കുത്തി പറഞ്ഞ് വീഴാന്ന് മതി. ഇതുവരെയായിട്ടും അങ്ങനെ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കഥകൾ പറഞ്ഞിങ്ങനെ പോവാം. സോ ഹെൽമെറ്റൊക്കെ ഇട്ട്, ജാക്കറ്റൊക്കെ ഇട്ട്. പിന്നെ ഈ സ്കൂട്ടറിന് ലൈസൻസ് വേണം കേട്ടോ. ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. നോർമൽ കാറിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ലൈസൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ എപ്പോഴും നിങ്ങൾ ഏത് സൈഡിനാണോ പോണത് അതിനനുസരിച്ച് സൈഡ് ഷോൾഡർ ചെക്കിങ് ചെയ്ത് പോകണം. നമുക്ക് സ്കൂട്ടറിനുള്ളൊരു പാതയൊന്നുമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ നോർമൽ റോഡിൽ കൂടെ പോണത്. നമുക്ക് ശരിക്കും ഇത് റോഡിൽ പോകാൻ പാടില്ല വണ്ടിയും കൊണ്ട്. പക്ഷെ നമുക്ക് ഓപ്ഷൻ ഇല്ലാത്ത കാരണം നമ്മൾ ഇങ്ങനെ പോവാണ്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് തൽക്കാലം ഞാൻ റൈറ്റ് പിടിച്ച് പോകണ്ടോ. സ്ട്രൈറ്റ് കാണുന്നത് റൗണ്ട് അബൌട്ടാണ്. റൗണ്ട് അബൌട്ട് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ലോങ് ആ വണ്ടികളുടെ ഇടയിൽ കൂടി പോകണം. സോ ഞാൻ ഇതിലൊന്ന് ഓഫ് റോഡ് വഴി പോവാണ്. ഞാൻ കുറച്ചും വൈബ് ഫ്രണ്ടൊക്കെ പൊക്കി വൈബ് അടിച്ചിട്ട് പോവാം. വീഴാന്നാൽ മതി. കാണാൻ പറ്റുന്ന വരുന്നുണ്ട്. ഐ ഹോപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഗോപ്രോൻ്റെ വ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ല സമയമുണ്ട്. അപ്പോൾ സോ ഗൈസ് പോവാം. അധികം ടൈം നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആങ്കിള്. സോ നമുക്ക് പോവാം. അധികം തിരക്കൊന്നുമില്ല. തിരക്കില്ലാത്ത ടൈമിലാണ് നമുക്ക് റിസ്ക് കൂടുതൽ. സോ നമുക്ക് പോയി നോക്കാം. എല്ലാം ഒരു രസമല്ലേ, ഫണ്ണല്ലേ. ഞാൻ ഡെയിലി ഇങ്ങനെയല്ല കേട്ടോ ഓഫീസിൽ പോകാറ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെയാണ് പോകാറ്. അവർക്ക് ഓൾറെഡി കാറുണ്ട്. പിന്നെ നമ്മൾ 3 ആളും കൂടെ ചേർന്നിട്ട് എന്താ പറയുക, പാർക്കിംഗ് ഒക്കെ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടികളൊന്നുമില്ല, നൈസായിട്ട് പോകാം നമുക്ക്. സോ ഇതാണ് റോഡ് സംഭവം. അവിടെ റോഡ് പണി കഴിഞ്ഞാൽ 2 ഏരിയ ആവും. ഇപ്പോൾ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഏരിയ കൂടി 2 ആയിട്ടാണ് ഇപ്പോൾ കൊണ്ടുവയ്ക്കണത്. കുറച്ച് കഴിഞ്ഞ് 1 വേ മാറും. അപ്പോൾ 2 ട്രാക്ക് ഉണ്ടാവും നമുക്ക് ഒരു സൈഡിൽ. പിന്നെ അവന്മാർ സൈഡ് പാതയും കൂടി റെഡി ആയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുന്നു. സൈഡ് പാത അതിൻ്റെ ഒരു കുറവുണ്ട്. നമ്മൾ ഫ്രീ ആയി. ഇപ്പോൾ നമ്മൾ സിലിക്കോണിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഏരിയ വർസാൻ 4 ആണ്. ഇപ്പോൾ നമ്മൾ നേരെ സിലിക്കോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സിലിക്കോണിലോട്ട് എത്തിയിട്ടോ, വർസാൻ 4. എൻ്റെ ഏരിയ, ഞാൻ താമസിക്കുന്ന വർസാൻ 4 പണ്ട് ഇവിടെ റോഡേ ഇല്ലായിരുന്നു. കംപ്ലീറ്റ്ലി ഓഫ് റോഡിലാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. എന്നാൽ കാറിലെ ടൈമിൽ പിന്നെ നമ്മൾ ഹൈവേ വഴി പിടിച്ചിട്ട് വേറെ റോഡ് കയറും. ഇവന്മാരില്ലാത്ത ടൈമിൽ ഇവന്മാർ വെക്കേഷൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടറിനകത്ത് ഓഫ് റോഡ് പിടിച്ചാൽ പോകാറ്. നമ്മളെപ്പോഴും ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് വണ്ടികൾ നിർത്തി തരും. അപ്പം നമ്മൾ കയറി പോവാം. സോ അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. എപ്പോഴും നമ്മുടെ ഓളത്തിൽ പോരുത്, ഇടിച്ച് തിമർത്ത് പോകും. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, സീബ്ര ക്രോസിലൂടെ വോക്ക് ചെയ്ത് വേണം പോകാൻ. നമ്മൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് വോക്ക് ചെയ്തിട്ട് വേണം പോകാൻ. പക്ഷേ നമ്മളിവിടെ അങ്ങനെ ബോർഡും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഏരിയയിൽ ബോർഡ് ഉണ്ടാവും, മാൻഡറ്ററി ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. അവിടെ മാൻഡറ്ററി അല്ലാത്തത് കാരണം നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അത് നമ്മൾ ഈ ലൈസൻസ് എടുക്കുന്ന ടൈമിൽ നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് 2 സൈഡും ചെക്ക് ചെയ്യുക, എന്നിട്ട് വേണം പോകാൻ. ഇവിടെ ചെറിയൊരു കട്ടിയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊന്തിയില്ലെങ്കിൽ നടക്കില്ല. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിടണം ഫ്രണ്ട്.
ചെറുതായിട്ടൊന്ന് വീൽ ചെയ്യാൻ, കുഞ്ഞി വീലൊക്കെ ഇതുമ്പോൾ ചെയ്യാനൊക്കെ പറ്റും. അധികം വീൽ ചെയ്ത് പോകാനൊന്നും പറ്റില്ല, ബോഡി നമുക്ക് ബാലൻസ് കിട്ടില്ല. കുറച്ച് നമുക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമായിരിക്കും, നോ ഐഡിയ. ഇവിടെ അതുപോലെ തന്നെ ഞാൻ ചെക്ക് ചെയ്യുക, വണ്ടികളൊന്നുമില്ല, അപ്പം അങ്ങനെ പോവാം. ഓ പക്ഷേ രസമാണ് കേട്ടോ, സ്കൂട്ടറിനകത്ത് പോകുന്നത് രസമാണ്. ഏകദേശം നമ്മളൊരു 20 മിനിറ്റ്സ് കൊണ്ട് ഓഫീസിലെത്തും. 20 മിനിറ്റ്സും വേണ്ട, 15 മിനിറ്റ്സ് കൊണ്ട് ഓഫീസിലെത്തും. പിന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഒരു 25K ആണ്. ഇതിനകത്ത് ഫേക്കായിട്ടാണ് സ്പീഡ് കാണിക്കുന്നത്. ഞാൻ ദിവസം GPS-നകത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 25 ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത്. ഇതുകൊണ്ട് റൂൾ പ്രകാരം 25 സ്പീഡ് തന്നെ ഉണ്ട് ഇവിടെ വരുന്നത്. ഇത് കൈ കിട്ടിയ ടൈമിൽ ഇതിനകത്ത് കണ്ടിരുന്നത് എത്ര 80K ആയിരിക്കും സ്പീഡ് കാണിച്ചിരുന്നത്. അത് സ്പീഡ് ചുമ്മാ കാണിക്കുന്നതാണ് മീറ്ററിൽ. നമുക്ക് മാപ്പിൽ ചെക്ക് ചെയ്യാൻ ടൈമിൽ ആകെ 25 തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പിന്നെ സെറ്റ് ചെയ്ത് മാറ്റിയ ഒരു സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് വെറുതെ കാണിക്കുന്നത് ഫേക്ക് എമൗണ്ട്, ഫേക്ക് വാല്യൂ കാണിക്കുന്നതാണ്. അപ്പോൾ അത് പിന്നെ സെറ്റ് ചെയ്ത് മാറ്റി. ഇവിടെ ക്യാമറ ഒക്കെ വന്നിപ്പോൾ പാർക്കിങ് ചെക്ക് ചെയ്യാനാണോ പിന്നെ റഡാർ ക്യാമറ ആണോ എന്നറിയില്ല. ക്യാമറകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് അറിയില്ല. എനിവേ ഇതാണ് സിലിക്കോണ്. ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യണത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഓഫീസിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രസമാണ് മൊത്തത്തിൽ. ഗ്ലൗ ഒക്കെ ഇരിപ്പുണ്ട്. ശരിക്കും ഗ്ലൗ ഒക്കെ യൂസ് ചെയ്യണം നല്ല കേട്ടോ. ഓക്കെ, നമ്മളിവിടെ നിർത്തുക. അപ്പോൾ നമുക്ക് അവർ നിർത്തിത്തരും. അത് നിർത്തണം കേട്ടോ. നിർത്താൻ പോയി കഴിഞ്ഞാൽ അവന്മാർ ചിലപ്പോൾ കിട്ടണമെന്നില്ല ചവിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ പ്രിയോറിറ്റി നമുക്കാണെങ്കിൽ പോലും നമ്മൾ നോക്കണം, ബോധമെല്ലാം പോയിട്ട് ഇടിച്ച് കയറി ചെല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാസ്ക് ആയിരിക്കും. ഇപ്പം ഞാനവിടെ സ്ലോ ആക്കി അവർ നിർത്തി തന്നത് കാരണം ഞാൻ ആ ഒരു ഫ്ലോയിലാണ്. ഓൾറെഡി ഇതുമ്പോൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വണ്ടി ഓക്കെ അവർ നിർത്തി തന്നു. അപ്പോൾ ഞാൻ അടുത്ത് പോന്നു. അങ്ങനെ കേട്ടോ, നല്ല രസമാണ്. പൂക്കളും 2 സൈഡിലുണ്ടാ, നല്ല ഭംഗിയാണ്. എവിടെയൊക്കെ പോയാലും ഈ സിലിക്കോണിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് കിട്ടില്ല കേട്ടോ. അത് മറ്റൊരു സത്യം. ഇവിടെ സുഖമായിട്ടൊന്ന് ജമ്പ് ചെയ്യണം. ഭയങ്കര കട്ടിങ്, ടയറിനടിക്കും. പിന്നെ ഈ റിഫ്ലക്റ്റ് ജാക്കറ്റ്, ഹെൽമെറ്റ് മാൻഡറ്ററി ആണ് സ്കൂട്ടർ സൈക്കിളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ഡിസ്ക് ബ്രേക്കൊക്കെ ഉണ്ട് ഇതിനകത്തുള്ളത്. പിന്നെ ലൈറ്റും കാര്യങ്ങളുണ്ട്. ഇവിടെയും നമുക്കങ്ങനെ ഒരു പാതയൊന്നുമില്ല, നമ്മൾ റോഡ് കൂടി ഇറങ്ങി പോവാം. അവളെയും കണ്ടില്ലേ, നിർത്തി തന്നിട്ട് എനിക്ക് തരോണ്ട് ആക്ഷൻ കാണിച്ചു ബൈക്കാരം. അപ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പോൾ വേറെ കാണും സ്പീഡ് അടിച്ച് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ആ ഫ്ലോയിൽ പോകണം, ഇന്നോവൻ തട്ടി കാണും. അപ്പോൾ നമ്മൾ നിൽക്കുക, നോക്കി കണ്ടു ഓടിക്കുക. ഇവിടെ നമ്മളെത്ര റൂളുണ്ട്, നമ്മളെത്ര എന്താണ്, നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. സോ ബി സേഫ്. ഇവിടെ എന്തോ സൈഡിന് വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. കേബിളിൻ്റെ വർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ദൈവ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ അവർ ക്ലോസ് ചെയ്തോ ഇല്ല, പോകാൻ പറ്റും. ഓക്കെ, ഉണ്ടോ കേബിളിൻ്റെ വർക്കാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. സോ ഗായ്സ്, ഈ കാണുന്ന കെട്ടിടങ്ങളിൽ ഒരു കെട്ടിടമാണ് എൻ്റെ ഓഫീസ് വരുന്നത്. ഫ്രണ്ടിൽ കാണാം A6 പറഞ്ഞൊരു ബോർഡ് കാണാം, അതാണ് എൻ്റെ ഓഫീസ്. ഇതാണ് എൻ്റെ റിമോട്ട് വരുന്നത്. റിമോട്ടിനകത്ത് അൺലോക്ക് കഴിഞ്ഞാൽ പോയി. എൻജിൻ സ്റ്റാർട്ടും എല്ലാം റിമോട്ടിൽ തന്നെ കേട്ടോ. കീ ഇടണമെന്നില്ല, കീ ഇടാൻ പറ്റും പക്ഷേ കീ ഇടണമെന്നില്ല. നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി, ലോക്ക് ചെയ്ത് വെച്ചാൽ മൂവ് ആവില്ല. കാരണം ഇതിൻ്റെ എന്താ പറയുക, വൈബ്രേഷൻ അടിക്കും, സൗണ്ട് ഉണ്ടാക്കും. ആരെങ്കിലൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ
പിന്നെ ബാക്ക് ടയർ ഇങ്ങനെ കടന്നിട്ട് ലോക്കാവും, മൂവ് ആകാൻ പറ്റില്ല. നമ്മൾ 35 ആകുമ്പോഴല്ലേ ഇറങ്ങിയത്, ഇപ്പോൾ 46. ഏകദേശം ഒരു 20 മിനിറ്റ്സിൻ്റെ അടുത്ത്. യെസ്, സെക്കൻഡ് ഫ്ലോർ. സോ ഇതാണ് എൻ്റെ കോലം, ഇതാണ് സ്കൂട്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഗൈസ്, വീഡിയോ അത്രേ ഉള്ളൂ. സോ സ്റ്റേ ട്യൂൺ, പീസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പവറാക്കി തരാം. ഓക്കെ.